മഴത്തോട് മുൻപ് പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭവിതയും കൃഷ്ണമോളും കൂടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറയാം രോഹിത് ഏട്ടൻ ഞങ്ങളുടെ കൂടെ വരാൻ ഭവിത പറയുകയാണ്. ആർക്കാണ് ഇത് കൊടുക്കാനെന്നെങ്കിലും പറ, എന്തുവാ ഇതിനകത്തുനിന്നെങ്കിലും പറ എന്ന് രോഹിത് പറയുന്നുണ്ട്. അതൊക്കെ പറയാം, ഇത്രയും പേരെ ക്ഷമിച്ചിട്ട് ഇനി കുറച്ച് നേരം കൂടെ ക്ഷമിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് ബബിതയും കൃഷ്ണമോളും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. കൃഷ്ണമോള് നേരെ അലീനയുടെ റൂമിൽ ചെന്ന് ഡോറിൽ തട്ടുവാണ്. ഈ സമയത്ത് അലീന ആണെങ്കിൽ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. അലീന ചേച്ചി എന്ത് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയതാ, എന്നോടൊന്നും പറഞ്ഞത് പോലുമില്ല, എന്നെയും കൂടെ വിളിച്ചത് പോലുമില്ല എന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ കൃഷ്ണ പറയാണ്, വിളിച്ചു കഴിഞ്ഞാൽ കൂടെ വന്നാലോ, അതുകൊണ്ടാ പറയാഞ്ഞെന്ന് പറയാണ്. ആഹാ ഭയങ്കര മിടുക്കി തന്നെയെന്നും പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണമോളുടെ കവിളിലിങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഭവതിയാണെങ്കിൽ കുറേ കവറുകൾ കൊണ്ടുവന്ന് കട്ടിലിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ്. ഞങ്ങൾ കുറച്ച് തുണി എടുക്കാൻ പോയാണെന്ന് കൃഷ്ണമോള് പറയാണ്. അലീന ചേച്ചി ഇതൊക്കെ നോക്കാൻ പറയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ വന്ന് കവറെടുത്ത് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ എടുക്കുവാണ്. ആ കൊള്ളാലെ, നല്ലതായിട്ടുണ്ടല്ലേ എന്ന് പറയാണ്. ഇതാർക്കാ, ഭവിതയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭവിത പറയാണ് എനിക്കല്ല. അപ്പോൾ ഉടനെ കൃഷ്ണമോള് ചോദിക്കുകയാണ്, ഇത് മോക്കാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്കല്ല ചേച്ചി എന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പോൾ ഭവിത പറയാണ്, ഇത് അലീന ചേച്ചിക്കാണെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അലീന ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. എനിക്കോ? ആ ചേച്ചിക്ക് തന്നെ എന്ന് ഭവിത പറയുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണ്. ആരും പറഞ്ഞിട്ട് വാങ്ങിച്ചതല്ല, ഇത് എനിക്ക് ചേച്ചിക്ക് വാങ്ങിച്ച് തരണമെന്ന് തോന്നി വാങ്ങിച്ച് എന്ന് പറയുകയാണ് ഭവിത. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയുടെ കണ്ണൊക്കെ നിറയാണ്. കൃഷ്ണമോള് പറയാണ്, അതേ ചേച്ചി, ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ തന്നെ അറിഞ്ഞത് കടയിൽ ചെന്നപ്പോഴാണ്. ഭയങ്കര സർപ്രൈസായിരുന്നു. ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു ഞങ്ങൾ പോരുന്നത്, അതുകൊണ്ടാണ് ചേച്ചിയെ കൊണ്ടുപോകാനെന്ന് കൃഷ്ണമോൾ അന്നേരം പറയാണ്. അപ്പോഴത്തേക്ക് അലീന അകപ്പാടെ സങ്കടത്തോടെ കണ്ണ് നിറയാണ്. ഇത് കാണുന്ന കൃഷ്ണമോൾ ചോദിക്കുകയാണ്, അതിന് കരയുന്ന എന്തിനാ ചേച്ചി എന്ന് പറയാണ്. സന്തോഷം കൊണ്ടാ മോളെ, സന്തോഷം കൊണ്ടാന്ന് പറഞ്ഞ് അലീന ഭയങ്കരമായിട്ട് കരയാണ്. അപ്പം ബബിതയെടുത്ത് പറയാണ്, ഞാൻ ഒരിക്കലും നീ എനിക്ക് ഇതുപോലെ ഡ്രസ്സ് വാങ്ങിച്ചു തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ബബിത പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാണ്. അപ്പം കൃഷ്ണ പറയാണ്, ബബിതേച്ചിക്ക് ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പുറത്ത് കാണിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ. ചേച്ചിയാണ് എന്നെയും പിടിച്ചുകൊണ്ട് പോയത് ഈ തുണിയൊക്കെ വാങ്ങിക്കാൻ, ചേച്ചിയുടെ ഇഷ്ടപ്രകാരം വാങ്ങിച്ചു തന്നെയാണ്. പണ്ട് ചേച്ചി തന്നെ അല്ലയോ അലീന ചേച്ചിയുടെ തുണികളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പ്രായച്ചിത്തവണം ചേച്ചിയുടെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചു തന്നെയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളും അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ആ തുണികളൊക്കെ എടുത്ത് നോക്കി ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. കാരണം ഒരിക്കലും ബബിതയ്ക്ക് ഇത്ര വലിയ മാറ്റം വരുമെന്ന് അലീന വിചാരിച്ചേയില്ല. അങ്ങനെ സങ്കടത്തോടെ ആ തുണികളെല്ലാം ചേർത്ത് പിടിച്ച് അലീന കരയുകയാണ്. അതിനുശേഷം രോഹിത്തിനാണെങ്കിൽ ഒരു ലെറ്റർ വരുന്നുണ്ട്. അപ്പം പുറത്തിരിക്കുന്ന രോഹിത്തിൻ്റെ കൈ കൊണ്ടുവന്ന് ലെറ്റർ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് ആ ലെറ്റർ വായിച്ച് നോക്കുകയാണ്, തുറന്ന് വായിച്ച് നോക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ഉടനെ കൃഷ്ണമോള് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ രോഹിയുടെ കയ്യിൽ? അതൊരു ലെറ്ററാണെന്ന് പറയാണ്. അതിനകത്ത് എന്താ, ആർക്ക് വന്നതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കോളേജിൽ നിന്ന് വന്നതാ, എനിക്ക് വന്നതാന്ന് പറയാണ്. രോഹിട്ടന് കോളേജിൽ നിന്ന് എന്ത് വന്നയാ? അത് മാനേജർ അച്ഛനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു, കൂടെ അലീന ചേച്ചിയായിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അലീന ചേച്ചിയായിട്ട് എന്തിനാണ് രോഹിയേട്ടൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതെന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. അതൊന്നും അറിയത്തില്ല, എത്രയും പെട്ടെന്ന് ഞാൻ അലീന ചേച്ചിയായിട്ട് അവിടെ എത്താനാണ് മാനേജർ അച്ഛൻ അയച്ച കത്തിനകത്തുള്ളതെന്ന് പറയാണ്. ഈ സമയത്ത് അലീന അങ്ങോട്ട് വരികയാണ്. എന്താ മോനെ രോഹി എന്ന് ചോദിക്കുകയാണ്. അത് ഒരു കോളേജിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് കൃഷ്ണമോള് പറയാണ്. കോളേജിൽ നിന്ന് കത്തോ? അതിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ രോഹിയേട്ടൻ കോളേജിൽ മാനേജർ അച്ഛനെ കാണാൻ ചെല്ലാൻ, കൂടെ അലീന ചേച്ചിയും കൂടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനെന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അതറിയത്തില്ല, ഇതിനകത്ത് ചേച്ചിയായിട്ട് ഞാൻ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നതെന്ന് രോഹിത്ത് പറയുകയാണ്. സാധാരണ അച്ഛനല്ലേ ചെല്ലേണ്ടത്, നിൻ്റെ കൂടെ അച്ഛനല്ലേ കോളേജിലേക്ക് വരേണ്ടത്, ഞാൻ എന്തിനാ ചെല്ലാൻ പറഞ്ഞേക്കുന്നതെന്ന് രോഹി എടുത്ത് ചോദിക്കുകയാണ് അലീന. അപ്പം രോഹിത് പറയാണ്, എനിക്കറിയത്തില്ല ചേച്ചി, ഇനി നമ്മൾ രണ്ടുപേരും കൂടെ മാനേജർ അച്ഛനെ കാണാൻ ചെന്നത് കൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചെല്ലാൻ പറഞ്ഞായിരിക്കും എന്ന് രോഹിത് പറയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, രോഹിയേട്ടനെ തിരിച്ചെടുക്കാനായിരിക്കും ചേച്ചി, അതുകൊണ്ടായിരിക്കും രോഹിയേട്ടൻ ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ അലീന പറയാണ്, അങ്ങനാണെങ്കിൽ അച്ഛനല്ലേ മോളെ കൂടെ ചെല്ലേണ്ടത്, ഞാനാണോ കൂടെ ചെല്ലേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അന്ന് ആ ചേച്ചി ചെന്ന് ആ മാനേജർ അച്ഛനോട് കുറേ സംസാരിച്ചില്ലേ, അച്ഛൻ്റെ തീരുമാനം മാറ്റിക്കാണും, അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും ചേച്ചിയും കൂടെ ചെല്ലാൻ പറഞ്ഞത്. അപ്പം രോഹിത്ത് പറയാണ്, അത് ശരിയായിരിക്കും ചേച്ചി, ഞാനും ചേച്ചിയും കൂടെ അല്ലേ ചെന്നത്, അപ്പോൾ ചേച്ചിയെ വീണ്ടും കാണണമെന്ന് അച്ഛന് തോന്നിക്കാണും, എന്തായാലും നമുക്ക് രണ്ടുപേർ കൂടെ പോകാമെന്ന് രോഹിത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന പറയാണ്, അത് ശരിയല്ലല്ലോ, നിന്നെ തിരിച്ചെടുക്കാനായാലും അച്ഛനല്ലേ കൂടെ വേണ്ടേ എന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ഇപ്പം എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, മാനേജർ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, നമുക്ക്
നമുക്ക് രണ്ടുപേർക്കും എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയാണ്, ചേച്ചി തിരിച്ചെടുക്കാനാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ചേച്ചിയും കൂടെ ചെല്ലുന്നതിന് എന്താ കുഴപ്പം, ചേച്ചി ചെല്ല്, രോഹിയേട്ടൻ്റെ കൂടെ ചേച്ചിയും കൂടെ ചെല്ലുന്നതാണ് നല്ലതെന്ന് പറയാണ്. അച്ഛൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവർ അച്ഛനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേനല്ലോ, ഇപ്പം എന്തായാലും ചേച്ചി ചെന്നാൽ മതിയെന്ന് കൃഷ്ണമോൾ പറയാണ്. അങ്ങനെ അലീനയും രോഹിത്തും കൂടെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കാര്യം വൈജി അറിയുന്നുണ്ട്. വൈജി അറിയുമ്പോഴത്തേക്ക് വൈജിക്ക് ആകപ്പാടെ ദേഷ്യമാവുന്നുണ്ട്. കൃഷ്ണമോളാണ് വൈജിയെടുത്ത് കാര്യം പറയുന്നത്. അങ്ങനെ കോളേജിൽ നിന്ന് രോഹിയേട്ടനൊരു ലെറ്റർ വന്നും എന്തായാലും കോളേജിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവനെ തിരിച്ചെടുക്കുമായിരിക്കും ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ കൃഷ്ണമോൾ പറയാണ്, എന്തായാലും രോഹിയേട്ടനും കൂടെ അലീന ചേച്ചിയും കൂടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അവളെന്തിനാണ് ചെല്ലുന്നത്? അതൊന്നും അറിയത്തില്ല അമ്മേ, നമ്മളിവിടെ ഇരുന്ന് എന്ത് പറയാനാണ്. എന്തായാലും അലീന ചേച്ചിയും കൂടെ കൊണ്ട് ചെല്ലണമെന്ന് ആ ലെറ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയും രോഹിയേട്ടനും കൂടെ പോവാതിരിക്കുന്നത്, നാളെ തന്നെ പോകുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വൈജിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ നാണം ഇല്ല എല്ലായിടത്തും ഇങ്ങനെ വലിഞ്ഞു കയറി ചെല്ലാൻ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾ പറയാണ്, അതൊന്നും എനിക്കറിയത്തില്ല, അമ്മയോടത്ത് ഈ കാര്യത്തിൽ പറഞ്ഞ് തർക്കിക്കാൻ എനിക്ക് വയ്യ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കൈകിട്ട് പോവുകയെന്ന് വൈജിക്ക് മനസ്സിലാവുകയാണ്. ഇനി അലീന അവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം കൂടെ പോകുമെന്ന് വൈജിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വൈജ നേരെ പോകുന്നത് അലീനയുടെ മുറിയിലേക്കാണ്. അലീനയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അലീന അവിടെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോറ് തുറന്ന് വരുന്ന വൈജയെ കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മാഡം, മാഡത്തിന് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. ഓ എനിക്കൊന്നും വേണ്ട, ഞാനേ വേറൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. നീയാണോ എൻ്റെ മോൻ്റെ കൂടെ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാൻ പോകണമെന്ന് തീരുമാനിച്ചതല്ല, അവിടുത്തെ മാനേജർ അച്ഛൻ ഞാനിവിടെ കൂടെ ചെല്ലണമെന്നും പറഞ്ഞ് കത്തയച്ച കാര്യം അലീനയാണെങ്കിൽ വൈജയെടുത്ത് പറയാണ്. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, നീ അവൻ്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ, അവൻ്റെ അച്ഛൻ പൊക്കോളും, അച്ഛൻ പോയില്ലെങ്കിൽ ഞാനുണ്ട്, എനിക്കറിയാം എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ, അതുകൊണ്ട് നീ കൂടുതൽ അവൻ്റെ കൂടെ പോകാനായിട്ട് നിൽക്കണ്ട, ഞാൻ പൊക്കോളാം, എനിക്കറിയാം അവൻ്റെ കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് ചൂടാവുകയാണ് വൈജ അലീനയോട്. മാഡം, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ കൂടെ ചെല്ലാൻ അവിടുത്തെ മാനേജർ അച്ഛൻ എന്നെ അറിയിച്ചതാണ്, അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജിക്ക് ദേഷ്യം വരികയാണ്. നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ ഇത്രയും നാൾ ഇവിടെ നിന്ന് എല്ലാവരെയും പരിപാലിച്ചതൊക്കെ മതി, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണമെന്ന് വൈജ അലീനടുത്ത് പറയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് കുറച്ച് സമയം കൂടെ വേണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, കുറച്ച് സമയമല്ല, ഇനി ഒരു രാത്രി പോലും നീ ഞാൻ ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയത്തില്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം, ഇനി ഒരു സമയം നിനക്ക് തരാൻ പറ്റത്തില്ലെന്ന് വൈജ പറയാണ്. അപ്പോൾ അലീന പറയാണ്, മാഡം ഞാൻ രോഹിത്തിൻ്റെ കൂടെ പോകുന്നതാണ് മാഡത്തിന് പ്രശ്നമെന്ന് ചോദിക്കട്ടെ. അപ്പം വൈജ പറയാണ്, എല്ലാം പ്രശ്നമാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, മാഡത്തിനോട് 2 ആഴ്ച സമയം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങാമെന്ന് വാക്ക് പറഞ്ഞാണല്ലോ, പിന്നെ എന്തോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, ഇനി 2 ആഴ്ച തൊട്ട് ഒരു രാത്രി പോലും എനിക്ക് സമയം തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറയാണ്. അതിനുശേഷം വൈജ അങ്ങ് ദേഷിച്ച് പോകാൻ നേരത്ത് പറയാണ്, നീ ഈ കുടുംബം അങ്ങ് വെളുപ്പീര്, എന്നിട്ട് ഈ കുടുംബം അങ്ങ് മുച്ചോട് മുടിക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷിച്ച് ഡോറ് അടച്ചിട്ട് അങ്ങ് പോവുകയാണ്. വൈജയ്ക്ക് ആകെപ്പാടെ ദേഷ്യം കാരണം സഹിക്കാൻ വയ്യ. ഒരിക്കലും രോഹിത്തിൻ്റെ കൂടെ അലീന കോളേജിലേക്ക് ചെല്ലാൻ മാനേജർ അച്ഛൻ പറയുമെന്ന് ഒരിക്കലും വൈജ വിചാരിച്ചില്ല. അതുകൊണ്ട് ഇനി അലീന അവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനമെല്ലാം പോകുമെന്നും താൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. തൻ്റെ കുടുംബം കൈവിട്ട് പോകുമെന്ന് വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അലീന ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് വൈജ അലീനയ്ക്ക് അന്ത്യശാസനം നൽകിയാണ്.